പരശുരാമൻ. നമ്മളെ ആചാരവിധി പ്രകാരം നമ്മളെ ഈ കൗള സമ്പ്രദായക്കാർക്ക് ഗുരു ആയിട്ടുള്ളത് ഇതിനകത്ത് സന്യാസിമാര് പ്രവേശനമില്ല. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രാഹ്മണ ഇവരൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് പിന്നെ പരശുരാമന്റെ ഒരു ഇതാണ്. പരശുരാമൻ സന്യാസിമാർ അകത്തേക്ക് പോയ പരശുരാമൻ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. നിൽക്കണം, അത് എഴുന്നേറ്റ് നിൽക്കേണ്ടത് കൊണ്ടാണ് അതിനകത്ത് പ്രവേശനമില്ല എന്ന് പറയുന്നത്. അത് അത്രേ ഉള്ളൂ കാര്യം അല്ലേ? ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ക്ഷത്രിയന്മാരെ പരശുരാമന് ക്ഷത്രിയരോട് വിരോധമാണ്. ആ കാരണം കൊണ്ട് അവർക്ക് സാധാരണ മാനവന്മാർക്ക് എനിക്ക് ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് പെർമിഷൻ കിട്ടി, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് കയറാം. നമ്മളെ മദ്യമാംസ മത്സ്യങ്ങൾ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബ്രാഹ്മണന്മാരായ രീതി എങ്ങനെയാണോ അതുപോലെ വൈദ്യന്മാർക്കാണ് ഉപയോഗിക്കുന്നത്. കവളത്തിലാണെങ്കിലും വൈദ്യന്മാർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാ വരും കണ്ടാ വരുന്ന നിങ്ങൾ വലം വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടാ കണ്ടാ ഇല്ലേ? അത് നോക്കുന്നത് കണ്ട ശ്രീവല് വലം വെക്കുന്നില്ലേ? നമസ്തേ. നമ്മുടെ പേരെന്താ? ശങ്കരൻ. എവിടെ വീട്? കരുവള്ളൂർ. വർഷങ്ങളായിട്ട് പോകാതെ ബാധിച്ചോട്ടെ അല്ലേ? എന്നാ നല്ല നമസ്കാരം. പുണ്യയാത്ര. മോളെ പേരെന്താ? എവിടെ വീട്? തന്നെ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് കന്യകാദേവി അല്ലേ? കന്യാഭഗവതി അല്ലേ? ഇതൊന്നോട്ട് എങ്ങനെ ഭഗവതി രൂപത്തിൽ ഇവിടെ വരാൻ കാരണം? അതിൻ്റെ ശരിയായ അറിയില്ല. അത് അതെയോ? അദ്ദേഹത്തിന് അറിയിക്കും അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കന്യാദേവി എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേരിൽ ഇവിടെ വന്നിരുന്നത്? ഭഗവാന്റെ വലിയ വല്ല ദേവി തന്നെ ആവുന്നല്ലോ. ഇത് ഓരോരോ ചിലപ്പോൾ സരസ്വതിയായിട്ടും അതെ, പല രൂപത്തിൽ വരുന്നു പറഞ്ഞു. അതെന്തുകൊണ്ട് അമ്മയായിട്ടാണോ? ആയിരിക്കും അല്ലേ? ഇതിന് ഐതിഹ്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരാൻ പറ്റിയ ആരുമില്ല. പരശുരാമ ക്ഷേത്രത്തിൻ്റെ അല്ലേ? അതെ, അവിടെ കാണുന്നു. അമ്പലത്തിൽ വെച്ചോ? അതെ. ഇതിൽ പങ്കെടുക്കുന്ന കൂട്ടർക്ക് ഇതിൽ പങ്കെടുക്കാം കേട്ടോ. ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതിനുള്ള കാര്യങ്ങളും സഹായങ്ങളെല്ലാം ക്ഷേത്രക്കാർ വേണമെന്ന് ചെയ്തു തരും. ഇത്രയും വലിയൊരു മഹാസംരംഭത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കുക വെച്ചാൽ ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം ഇങ്ങനെയുള്ള ഓരോ പുണ്യപ്രവൃത്തിയിൽ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്യൊപ്പ്, നമ്മളെ കയ്യൊപ്പും കൂടി അവിടെ കിട്ടുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമില്ല. ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അതെ, അമ്പലത്തിൻ്റെ ഷേപ്പ് കണ്ടേ നിങ്ങൾ? ഇത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് അനേകം മതമൈത്രിയായിട്ടുള്ള ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടുന്ന് ഏതൊരു മുസ്ലിം തറവാട്ടിൽ നിന്ന് എണ്ണ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ പഞ്ചസാര കൊണ്ടുവന്നിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അത് വിശദമായി പറഞ്ഞുതരാം. അടുക്ക് നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് പുറത്ത് നോക്കിയിട്ട് പറയാം. നല്ല വർക്കാണ് കേട്ടോ. നല്ല ആരാണ് ഇത് പണിയെടുക്കുന്നത്? ശരിയാണ് അല്ലേ? കുറേ പേരുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ പണി നിർത്തിയിട്ടാണല്ലേ? വരും അല്ലേ? ഏകദേശം തീരാനായി അല്ലേ? വേഗം പിന്നെ വിഷുവിനുള്ളിലാവുമോ പ്രതീക്ഷിക്കുന്നല്ലേ? ഒരു ചിത്രപ്പണിയൊക്കെ ഉണ്ട് അല്ലേ? വർക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് കാണിച്ചു വിടാം. അതുകൊണ്ട് അങ്ങനെ നോക്കാതെ. അതെ അതെ. ഇത് വേണ്ട. ഇത് അതെ അതെ ഇത് പണ്ടേ ഉള്ള. അതെ ഇതെല്ലാം ഉണ്ടാക്കാൻ പണ്ട് കാലത്ത് കൊത്തുവെച്ച ആൾക്കാരെ കഴിവുണ്ടെങ്കിൽ നോക്കി. ഒരു വരാഹം ഇതൊക്കെ ഓർത്ത് നരസിംഹം വാമനൻ എന്നൊക്കെ ഓരോ കണ്ട ഓരോരോ മൂർത്തികളെ ഒരു രൂപങ്ങളാണ്. അന്നത്തെ കാലത്തുള്ള ആൾക്കാരെ ശില്പത്തിൻ്റെ ആ പ്രത്യേകതയൊക്കെ ഉണ്ടോ? ഇത് വാമനൻ, ഇത് നരസിംഹം, ഇത് ഭഗവതിയാണ്. ഇതാ കണ്ടോ? ഇത് മത്സ്യാവതാരം. ഓരോ അവതാരങ്ങളെ പറ്റിയിട്ട് ഓരോന്നും കണ്ട. ഇത് കണ്ട നരസിംഹ അവതാരമായിരുന്നു. ഇരണകശിപുവിനെ നിഗ്രഹിക്കുന്ന രൂപമാണ് അല്ലേ? മടിയിൽ കടത്തിയിട്ട്. ഇത് ബലരാമൻ കൽപ്പകയല്ല എടുത്തിട്ടുള്ളത്. അതെ അതെ. ഇത് സുബ്രഹ്മണ്യനാവാം മൈലാന്നിവിടെ കാണുന്നത്. പിന്നെ ഇത്
അങ്ങനെ അനേക രൂപങ്ങളുണ്ട്. ഇതിലേതെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ അവർ പണി രൂപീകരിച്ചിട്ട് വീണ്ടും ചെയ്യും. കേടുപാട് ഒരു കേട് നിങ്ങൾ ആലോചിച്ചൊക്കെ എത്രയോ വർഷങ്ങൾക്ക് പഴക്കമുള്ള സാധനം ഇങ്ങനത്തെ ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താ കേടുപാട് വന്നത് അതൊക്കെ അത് ചിപ്പിൽ പിടിച്ച ഇതൊക്കെ അത് മാറ്റും. ആ മരം മാറ്റി അത് അങ്ങനെ തന്നെ എടുത്തിട്ട് സെറ്റ് ചെയ്ത് നോക്കുക. ഇതൊന്നും ഇന്നത്തെ കാലത്ത് എടുക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല. അന്നത്തെ കൈപ്പണിയാണ്. ഇങ്ങനെയുള്ള കൂട്ടർ മിഷൻ വർക്ക് ചെയ്യുന്നത്. അന്നത്തെ കൂട്ടർക്ക് മിഷൻ വർക്കൊന്നുമില്ല, മുഴുവൻ കൈപ്പണി കൊണ്ടാണ്. അത് ഇതൊന്ന് കുത്തൻ്റെ ഇപ്പം അങ്ങ് കണ്ട സൂര്യഭഗവാന്റെ അത് അങ്ങുള്ളത് കുതിര കണ്ട. അപ്പോൾ അത് അങ്ങനെ അന്നത്തെ കാലത്തുള്ള ആൾക്കാർ എത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ആലോചിച്ചൊക്കെ. അന്ന് വേതനമില്ല, ഇന്ന് വേതനമുണ്ട്. വേതനം എന്ന് വെച്ചാൽ അന്ന് കാശില്ല, ഇന്ന് കാശുണ്ട്. അന്ന് കാശ് എന്ന് പറയുന്ന രൂപ ആയിക്കുണ്ടാവുക ആ കാലഘട്ടത്തിലല്ലോ. നയാ പൈസ കാശ് അല്ലേ, ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് പറയുന്നത് കേൾക്കാം. കാശ് എല്ലാം ഉള്ള കാലത്ത് നിങ്ങളുണ്ടോ? എത്ര വയസ്സായി ഇപ്പം? ഓ, അപ്പം ഇതുണ്ടാവും, കാശുണ്ടാവും. ഇത് ഊട്ടുപോരെയാണ് അല്ലേ, ക്ഷേത്രത്തിൻ്റെ അല്ലേ? ഊട്ടുപോരയിലെ പൂച്ച ഗൃഹിണി കുടിച്ച പോലെ ഇപ്പോഴല്ലോ. ഇപ്പോൾ നിങ്ങളുടെ അന്നദാനം കൊടുക്കലില്ല? മുഴുവൻ ദിവസം കൊടുത്തു, 16 ദിവസം. ഈടെ ഏത് മാസം ഉത്സവം വരുത്തും? നവംബർ 15 മുതൽ വൃശ്ചികം 1 മുതൽ 15 വരെ അല്ലേ? പിന്നെ ആന എഴുന്നേൽത്തുണ്ടോ? ഇവിടെ ആന കുതിര അങ്ങനെ ഒരു പരിപാടിയില്ല. പരശുരാമൻ ഉണ്ടായതുകൊണ്ട് അത് പാടില്ല, അത് പാടില്ല അല്ലേ? കൊടിമരൊന്നുമില്ല, വെടിക്കെട്ട് ഇതൊന്നും വാദ്യം ശിവേലി അല്ലേ? ഓ, വിശാലമായ സൗകര്യത്തോടു കൂടി തന്നെ അല്ലേ അന്നദാനശാല? അതെ, തലക്കാലത്തേക്ക് മാറ്റി വെച്ചത് മാത്രം അല്ലേ? അതെ അതെ. ഈ കുളത്തിനെ പറ്റി ഒന്ന് പറഞ്ഞേ. കുളം വേറെ തന്നെ ഒരു ആകൃതിയല്ലേ പറയപ്പെടുന്നത് അല്ലേ ഭഗവാൻ? പക്ഷെ ഇത് വേറെ തന്നെ, ഇത് കിണറായിരുന്നു ആദ്യം ഉണ്ടായത്. അതെ അതെ, ഇത് കിണർ പോലെയുള്ള ഒരു രൂപമാണ് ഇത് കാണുന്നത്, കണ്ടില്ലേ? അത് പിന്നീട് അത് കുളാക്കി മാറ്റിയതായിരിക്കാം. പക്ഷേ കാണുന്നത് അങ്ങനെ ആ രൂപം പഴയ കാലത്തുള്ള ആൾക്കാർക്കേ അറിയും. ക്ഷേത്രം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും, ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഉള്ളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ വന്ന് ക്ഷേത്രത്തിൽ വരിക. നിങ്ങൾ വരാൻ വേണ്ടിയാണ് ഗുരുനാഥൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്ന് കാണിച്ചു തരുന്നത്. കാണേണ്ട ക്ഷേത്രങ്ങളാണ്. സൂപ്പർ പവറുള്ള ക്ഷേത്രത്തിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. ഇതാ പരുന്ത് കണ്ട വലം വെക്കുന്ന, ഇതാ പരുന്താ ശ്രീകോവിലെടുത്ത് വലം വെച്ച് കൊടുക്കുന്ന കണ്ട. 2 പരുന്താണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പിന്നെ ഇതല്ലേ എന്താണ് ഇതിൻ്റെ പേര്? ചുണ്ട. ചുണ്ട. ഇത് ചുണ്ട പൂജക്ക് ഉപയോഗിക്കുന്നതാണ്. പൂജ ഇത് ഫുൾ കറുകപ്പുല്ലാണ്. കറുകപ്പുല്ല് ചവിട്ടിയിട്ട് പോകരുത്. ഗണവേശന് ഉപയോഗിക്കുന്ന സാധനം നമ്മൾ ചവിട്ടിയിട്ട് നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ ഔഷധക്കൂട്ടുള്ള മണ്ണായത്. എന്താ അമ്മേൻ്റെ പേരെന്താ? ദേവകി. ഇതെവിടെ കറുകപ്പുല്ലും പറിച്ചു പോകുന്നു? നാലകെട്ടാൻ വേണ്ടി. പിന്നെ എവിടെയാ സ്ഥലം? മാവിശ്ശേരി അല്ലേ? കുറേ വർഷമായ ഭഗവാന്റെ കാൽച്ചോട്ടിൽ? ഓ, അത്രയോ കാലായി. മോൻ തന്നെ വീടിന്റെ ഉള്ളിലിരിക്കുന്ന നിങ്ങളെ മോൻ തന്നെ? ആ ശരി. ബാലമുറുക്കൻ. എന്നാ അമ്മേന്റെ പേരെന്താ? എവിടെയാ വീട്? പടിഞ്ഞാറത്ത് അല്ലേ? കുറേ വർഷമായി അമ്മേന്റെ ഭഗവാന്റെ അടുത്തല്ലേ അല്ലേ? അവകാശം ഊരിലെക്കാരൻ. എത്ര ഊരന്മാരുണ്ട്? 10 വീട്ടുകാരല്ലേ? എന്തായാലും അങ്ങക്ക് ഭഗവാനായിട്ട് അടുത്തു നിന്ന് പെരുമാറാൻ ഭാഗ്യം കിട്ടില്ല ഈ ജന്മത്തിൽ. ബാക്കിയുള്ളൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് കിട്ടിയല്ലോ. അതെ 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 അതേപോലെ ഇത്രയും ഈ പ്രായത്തിൽ എണീച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഓരോ കാരുണ്യാണ്. പക്ഷെ കുറച്ച് ചവ കുറച്ചാൽ മതി. എന്നെ മനസ്സിലായാ എവിടുന്ന വരുന്നത്? ഇത് ഭഗവാന്റെ വേൽമുരുകന്റെ സ്തോത്രം ബഹുമാനം ഇതാകുന്നു. ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വഴിപാട് സംഭവങ്ങളാണ്. നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം ഒരു മിനിറ്റ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വഴിപാടുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലെ നമ്പർ ഞാൻ ഇതിൽ വെക്കാം, ഇവിടെ വെക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഫീസിൽ ക്ഷേത്ര ഓഫീസിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വഴിപാട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഓഫീസ് നമ്പറായത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പ്രസാദത്തിനെ പറ്റി നമുക്ക് ചോദിച്ചു നോക്കാം, അത് എങ്ങനെ അവർ അയച്ചു തരാന്നുള്ളത്. ഇത് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്.
ഇത് കടവളക്കായിട്ട് ഇങ്ങനെ കത്തും അല്ലേ? ഇത് കടവളക്ക് 24 മണിക്കൂർ. നമസ്തേ, അങ്ങോട്ട് പേരെന്താ? എൻ്റെ ഒരു മനോഹരൻ. മനോഹരൻ. ഈ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനാണ് അല്ലേ? പിന്നെ ഇത് പണ്ട് കാലത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന കടവളക്കാണ് അല്ലേ? ഇപ്പം അടുത്ത കാലത്താക്കി 9 മാസമായി ഈ കടവളക്ക് അല്ലേ? അത് മുമ്പ് ഇവിടെ എന്തോ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് കടവളക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഇത് ഭൂതത്താർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഭഗവാന്റെ ഭൂതഗണങ്ങളിൽ അങ്ങനെയാ? ഭൂതത്താർ ശരിക്കും ശിവനാണ്. ആ, ശിവനാണ് പരശുരാമനാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലേ? സുബ്രഹ്മണ്യന്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭൂതത്താർ ഇവിടെ അത് വെച്ച് കാവക്കാരനല്ലേ അവതാരമായിട്ട് ഒരു കാവൽക്കാരനായിട്ട് ഇവിടെ പുറത്ത് വന്ന് നിൽക്കുന്നു മാത്രം അല്ലേ? ഇത് എരിഞ്ഞുമരം. ഇതിന്റെ ഒരു കഥ എരിഞ്ഞുമരത്തിന് എന്താ കഥ? ഈ എരിഞ്ഞുമരം എപ്പോഴും കായ്ക്കത്തില്ല. കായ്ക്കില്ല. വേറെ എവിടെയെങ്കിലും അത് കായ്ക്കും ചെയ്യും, പൂക്കും ചെയ്യും. നിങ്ങൾ ലൈറ്റ് പറഞ്ഞു. അപ്പൊ ഇതിന്റെ കായ വന്നതിന് ശേഷം ഭഗവാന്റെ തലയിൽ വീഴരുതെന്നുള്ള ഒരു ഐതിഹ്യം പറയപ്പെടും. ഇത് കായ്ക്കില്ല, പൂക്കൾ മാത്രം ഉണ്ടാവും. അതൊരു അതിശയല്ലേ അല്ലേ? അത് വർഷം പണ്ടേ ഉള്ള സംഭവം. പണ്ടേ ഉള്ളത്. പിന്നെ ഇതെന്താ ഇവിടെ കാണുന്നത്? ഇവിടെ കന്യാകുമാരി ഭഗവതി അല്ലേ? ഓരോരോ സമയത്ത് ഇപ്പം സരസ്വതി ആയിട്ടുണ്ട്, ലക്ഷ്മി ആയിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഓരോരോ സമയത്ത് ഓരോരോ ഇത് അവതാരമായിട്ടാണുള്ളത് ഉണ്ടാവുക അവിടെ അല്ലേ? ആ ക്ഷേത്രം അല്ലേ? അതിൽ കൂടെ പോകാതെ അല്ലേ? അത് നമുക്ക് നോക്കാം. നമുക്ക് ഇതെന്താ ഇവിടെ ഒരു 3 കെട്ട് ഇവിടെ നെല്ലും പഞ്ചായത്തൊക്കെ റിക്കാർഡൊക്കെ സൂക്ഷിക്കുന്ന കൊട്ടാരാണ് അല്ലേ? പിന്നെ ഇത് ഭഗവാന്റെ പൂങ്കാവനം അല്ലേ? ഇവിടുന്ന് തന്നെ അകത്തേക്ക് വേണ്ടുന്ന എല്ലാ പൂവുകളും ഇവിടുന്ന് തന്നെ കിട്ടും അല്ലേ? ഇത് മതിയാവില്ല. അതെ വാങ്ങേണ്ടി വരും അല്ലേ? എന്നാലും ഏകദേശം കുറയാൻ കിട്ടും അല്ലേ? നമുക്കൊന്ന് അങ്ങനെ വലം വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. തോന്നുന്നത് ഈ വിളക്കൊക്കെ എപ്പോൾ കത്തിക്കുക? ഫുൾ വിളക്ക് ഒരു പ്രാർത്ഥനയാണ്. അതെ, ഒരാളെ വക അല്ലേ? നേർച്ച എന്ന് പറയും അല്ലേ? ഇതാണ് അത് നെല്ലും ഇതൊക്കെ സംഭരിക്കുന്ന വലിയ ഒരു കൊട്ടാരം അല്ലേ? ഇത് രാജാവ് കാണുമ്പോൾ 2 നിലയല്ലേ? അതെ, 4 നിലയുണ്ട്. അതെ, എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. അടിയിലൊന്നുണ്ട് അല്ലേ? അടിയിലൊന്ന്, രണ്ടാമത്തെ ഇത് കാണുന്ന രണ്ടാമത്തെയാണ്. ഇത് മൂന്നാമത്തെ, അതിൻ്റെ മുകളിലൊന്നുണ്ട്. അതെ 4 കെട്ടാണ് അല്ലേ? 4 കെട്ട്. അതെ. ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോ നിങ്ങളെ കയ്യിലുണ്ടോ? ഇതിൻ്റെ ഉള്ളിലത്തെ ഉണ്ടാവും അല്ലേ? നമുക്കൊന്ന് ഇതിൽ ഇടാൻ വേണ്ടിയിട്ട്. അതാ ശ്രീകൃഷ്ണപരുന്ത് വന്ന് ഭഗവാന്റെ ശ്രീകോവിൽ വലം വെക്കാൻ തുടങ്ങിയേ. അതാ അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ? അതാ നോക്കട്ടെ, ശ്രീകൃഷ്ണപരുന്ത് ശ്രീകോവിൽ വലം വെക്കാൻ തുടങ്ങിയില്ല അല്ലേ? അതാ ശ്രീകൃഷ്ണപരുന്ത് ശ്രീകോവിൽ ഇത് വലം വെക്കുന്നത് കണ്ടാ? കാണുന്നുണ്ടാവുന്ന വയ്ക്കുന്നത് ശ്രീകൃഷ്ണപരുന്ത് തന്നെയാണ്. അല്ലേ? വള്ളിയുള്ള പരുന്ത് തന്നെയാണ്. പിന്നെ മുകളിലുള്ള പ്രാവാണല്ലേ? 2 താഴെക്കൂടെ ഉണ്ട് അല്ലേ? ഈ ഇങ്ങനെയുള്ള ക്ഷേത്രത്തിന് ഒരു പേരും പറയാനുണ്ട്. അതെ, ഗജവിഷ്ടാകൃതി എന്നുള്ള ഒരു രൂപത്തിലാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള ക്ഷേത്രത്തിന് വ്യത്യസ്തമായിട്ട് അല്ലേ? പിന്നെ ജയില് പോലുള്ള വലിയ മതിലുകളുണ്ട് അല്ലേ? ചുറ്റുമതിലുകൾ ചുറ്റും ഭഗവാനെ അത്രയും സുരക്ഷിതമായിട്ടാണ് പിതാവിവിടെ കൊണ്ട് ഇരുത്തിയത്. നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഐതിഹ്യം പറഞ്ഞു തരണം. ഭഗവാൻ ഇവിടെ വന്നിരുന്നതിൻ്റെ. താരകാവസ്ഥത്തിന് ശേഷം അതെ
പരശുരാമന്റെ കിട്ടിയതാണെന്ന് ആ പറയാം. താരകാസുര മരണത്തിന് ശേഷം മടങ്ങി വരുന്നത് ബാല്യകാലത്തിലുള്ള അതെ അതെ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. അത് പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലേ. പിന്നെ ഇവിടെ ഉത്സവം എപ്പോൾ വരുന്നത്? ഉത്സവം നവംബർ 15 മുതൽ ആ 30 വരെ. 30 വരെയാണ് ഉള്ളത് അല്ലേ. അത് ഉച്ചകം മുതൽ ആ 16 വരെ അല്ലേ. ആ ഈ പടിഞ്ഞാറ് നട തുറക്കൂല? എല്ലാം നടക്കും. എല്ലാം ഇതെല്ലാം തുറക്കും തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി ആൾക്കാർ വരുമ്പോൾ അത് ഇതാക്കുമല്ലേ. ഇത് നിത്യകോണിന്ന് ഭഗവാനെ ഞാൻ ഈശാന കോണിലേക്ക് നോക്കുന്ന ഒരു രൂപമാണ്. ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ഇത് ചുറ്റമ്പലുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാലും ഏകദേശം ഞാൻ കുറച്ച് ഭാഗം മുകളിലത്തെ ഭാഗം മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ ഭഗവാന്റെ മുകളിലത്തെ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതീവ സുന്ദരമായ സ്ഥലമാണ്. നല്ല പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ് ഇത്. ഞാനിങ്ങനെ വേഗം ഇത് എവിടുന്ന് പൊഞ്ചമ്പകം മണക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊഞ്ചമ്പകത്തിന് മരമാണ്. അത് വെള്ളപ്പൊഞ്ചമ്പകമാണ്. അല്ല ഞാനിങ്ങനെ പൊഞ്ചമ്പകത്തിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ച് ഞാൻ വേഗം ഇതേടുന്ന അങ്ങനെ അടിക്കുന്നത്. ആ ചന്ദനമരം എല്ലാം ഉണ്ട് ഇവിടെ. ഭഗവാന്റെ അടുത്ത് എല്ലാം നിറഞ്ഞിരിക്കുവാണ്. ഇവിടെ എത്ര പ്രതിഷ്ഠയുണ്ട്? ശ്രീകോവിൽ ക്ഷേത്രത്തിനുള്ളിൽ വേറെ പ്രതിഷ്ഠയില്ല. സുബ്രഹ്മണ്യൻ്റെ ഒന്ന് പരശുവിടെ ഉള്ളിൽ തന്നെ. വേറെ ഗണപതിയോ? ഗണപതി പുറത്താണുള്ളത് അല്ലേ. ഇവിടെ ആ ശാസ്താവും ഗണപതിയും പുറത്താണുള്ളത് അല്ലേ. അത് രണ്ടും ഒന്നിലാണ്. ആ ഗണപതി ഇവിടുത്തെ പ്രതിഷ്ഠിച്ചതും ഇതാണ് അല്ലേ. ഇത് പിന്നെ തേങ്ങ പൊട്ടിക്കുന്ന സ്ഥലം. ഇത് ഭഗവാന്റെ പടിഞ്ഞാറ് നടയാണ്. ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനെയും ഇനി ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ നല്ല പ്രവർത്തനങ്ങളാണ്. കാരണം അവർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ക്ഷേത്രത്തിലും പോയപ്പോൾ മലബാർ ദേവസ്വത്തിൻ്റെ അവർ നല്ല രീതിയിൽ ഓരോ ക്ഷേത്രങ്ങളും ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ ജനങ്ങളിലേക്ക് അങ്ങനെ ഒരു സംഭവം അവർ ചെയ്യുന്നുണ്ട്. അല്ല ചിലരുടെ വിചാരം പൈസ വാങ്ങിയിട്ട് ദേവസ്വം പുതുങ്ങി നിന്നു. അതൊന്നുമല്ല. ദേവസ്വം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തെളിവായിരുന്നു. ഇത് നമ്മൾ പടിഞ്ഞാറ് നടയാണ്. ആ പടിഞ്ഞാറ് നടയിലാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ച. ആ ഭക്തന്മാർ അല്ലേ. ആ ഇവിടെ ചുറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകും അല്ലേ. ഇത് പടിഞ്ഞാറ് നടയിൽ തന്നെ വലിയ ഒരു അരയാലും അതിൻ്റെ മരങ്ങളൊക്കെ നമുക്ക് കാണാം. അതെ അതെ ആ അടുപ്പൊരു വലിയ അരയാലും മരമാണ്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്കായിട്ട് ഇരിക്കാനും പറ്റും. ഗഡും കണ്ട മതിലുണ്ട അത്ര ഹൈറ്റിലാ മതിലുകൾ. ഓരോ മതിലുകൾ ഇവിടുത്തെ. എന്താന്ന് പറഞ്ഞത്? ക്ഷേത്രപാലകന്റെ ഭൈരവന്റെയും ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് സങ്കല്പം പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറ് നടയിൽ നിന്ന് കിഴക്കേ നടയിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുക. അടുത്തൊരു അവൻ്റെ പേരെന്താ? എന്താ പേര്? നമ്മളെ പേര് ഈതൻ. നല്ല പേരാണല്ലോ. എവിടെ സ്ഥലം? നീലേശ്വരം. ഭഗവാനെ കാണാൻ വന്നിരിക്കുക അല്ലേ. ഭർത്താവിൻ്റെ പേരെന്താ? നിങ്ങളോ? ഭർത്താവിൻ്റെ വീടും നീലേശ്വരം തന്നെ. നീലേശ്വരത്തെ എവിടെ? കടപ്പുറം റോഡാ? തളിയിലമ്പലത്തിൽ കഴിഞ്ഞല്ലേ. കാവിൻ്റെ അല്ലേ. ഇപ്പോൾ ഇതിനിടെ അവിടെ ഉത്സവം കഴിഞ്ഞല്ലേ. തളിയിലമ്പലത്തിൽ ശരി. നല്ല നമസ്കാരം.
അത് കുവളല്ല, കാഞ്ഞരം. ആ മരം ഇത് എന്തോ ഒരു ഐതിഹ്യം ഉണ്ടല്ലേ അതിന്? ഇവിടെ ഇരിക്കുന്ന ഭഗവാൻ എന്താ? രണ്ടാളും ഉള്ളിൽ തന്നെയുള്ളൂ അല്ലേ? ഒന്നിച്ചാണ്. ഇവിടെ ശാസ്താവും ഗണപതി ഭഗവാനുമാണ് ഉള്ളത്. പ്രിയ ഗുരുജനങ്ങളെ, ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഭഗവാന്റെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, ആരും പോസിറ്റീവ് നിർബന്ധിക്കുന്നൊന്നല്ല, എന്നാലും ആർക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാനത് പറയുന്നത്. നമ്മുടെ ഭാരതത്തിൽ അനേക ക്ഷേത്രങ്ങൾ, നശിച്ചുപോയ ക്ഷേത്രങ്ങളുണ്ട്. അത് വീണ്ടും കൊണ്ടുവരിക, ആ ദേശത്തിന് നമ്മൾ സമർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ ഉയർച്ചയും ആ ദേശത്തെ നല്ല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിൽ ഞാൻ ഓടിപ്പോയി എല്ലാം ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല. ആ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയും ഐശ്വര്യത്തിനും വേണ്ടി ആ ദേശം രക്ഷപ്പെടുമല്ലോ, ആ ദേശത്തിൻ്റെ ഐശ്വര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരമാകുന്നു ക്ഷേത്രം എന്നാണ്. ശരീരമാകുന്നു ക്ഷേത്രം, അതിൻ്റെ ഉള്ളിൽ ആത്മാവാകുന്ന വിഗ്രഹം, അതിൻ്റെ കൊടിമരമാകുന്ന നട്ടൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശരീരഘടനയെ പറ്റി തന്നെയാണ്. നമ്മളെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ സൂപ്പർ പവർ ആയി എന്ന് പറയുന്നത് അവിടുത്തെ ഓരോ വ്യക്തികളോടും സ്നേഹവും പെരുമാറ്റവും ഭയവും ഭക്തിയും എല്ലാം തന്നെയാണ് സൂപ്പർ പവർ. അത് മാത്രമല്ല, മറ്റുള്ളവരോട് എങ്ങനെ ഡീൽ ചെയ്യുന്നു. ഞാനിങ്ങനെ ഒരാളായതുകൊണ്ട് തന്നെ ബഹുമാനിച്ചുകൊണ്ട് മറ്റുള്ളവർ അത് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. സൂപ്പർ പവർ വളക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേഷം കെട്ടിയിട്ട് നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ടുണ്ടെങ്കിൽ നടന്ന വഴികളുടെ കാഴ്ചകൾ നമുക്കറിയായിരിക്കുമല്ലോ. നമ്മളൊരു വലിയൊരു മഠത്തിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച് വരുമ്പം ആ വിദ്യ, നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ നമ്മൾ ഒരു സർജൻ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു ഡോക്ടർ ആവും, MBBS പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ LLB പഠിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും ഒരു ജൂനിയർ കീഴിൽ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിലും നമ്മളത് പഠിക്കണമല്ലോ. അപ്പം ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഗുരുനാഥൻ എന്നെ ഈ ദൗത്യത്തിന് എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് പോയി ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായിരുന്നു ആരായിരുന്നു എന്ന് മറ്റുള്ളവർ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ട് ഞാൻ ആരാന്ന്, എന്താണെന്ന്, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ഉദ്ദേശം, അങ്ങനെ. അപ്പോൾ നമ്മളൊരു വീട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെപ്പറ്റി പറയരുത്. പഴയ നാമം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി പറയരുത്. നമ്മളെ ഗുരുകുല നിയമമാണ്. അതുകൊണ്ടാണ് ചില കൂട്ടർ വീടും സ്ഥലവും ജയിക്കുമ്പം അതിനെപ്പറ്റി ഒന്നും വ്യക്തമായി പറയാത്തത്. അപ്പോൾ അതൊന്നും പറയാൻ പാടില്ല എന്നാണ് നമുക്ക് ഗുരുകുല ആചാര വിധി പ്രകാരം ഗുരുനാഥൻ നമുക്ക് തന്ന ഉപദേശം അതാണ്. ആ ഉപദേശം നമ്മൾ ഭംഗിയായി അനുസരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ ഞാനായി നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ചാനലിൽ കൂടെ എനിക്കിതുപോലെ പറഞ്ഞുതരാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനെന്താ ഭക്ഷണം കഴിക്കുന്നത്, ഞാനെവിടെ ഉറങ്ങുന്നത്, അതൊക്കെയാണ്. അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വേവലാതിപ്പെടണ്ട. ഞാൻ ശ്മശാനവാസിയാണ്. ഞാൻ ശ്മശാനത്തും കിടക്കും. ഞാൻ എന്താ പറയുക, സ്വർണ്ണത്തളമ്പ് വെച്ചാൽ മെത്തയിലും പോയി കിടക്കും. ഇതൊക്കെ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. ഞാൻ എവിടെ കിടന്നാലും എവിടെ ആയാലും ഞാൻ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ ആൾക്കാരും എൻ്റെ കുടുംബത്തിലെ അംഗമായിട്ട് ഞാൻ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യ അഭിവൃദ്ധി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭഗവാന്റെ മുന്നിൽ നടയിൽ വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നല്ല നമസ്കാരം. ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണാം. നല്ല നമസ്കാരം.